വീണ്ടും വൈക്കത്തെ ആ ബോട്ടപകടത്തിലേക്കാണ് പോകുന്നത്. ഒരാളെ കാണാതായിട്ടുണ്ട്. 42-കാരനായ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. ഷിനോജ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, തിരച്ചിൽ കാര്യമായി നടക്കുന്നുണ്ടോ? അടിയൊഴുക്കൊരു പ്രശ്നമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ? ഈ അടിയൊഴുക്കിന്റെ അടിസ്ഥാനത്തിൽ കടലിനോട് ചേർന്ന ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തേണ്ടി വരുമോ? ദിവിഷ, തെരച്ചിൽ ആ സമയം മുതൽ, അപകടമുണ്ടായ സമയം മുതൽ തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നേതൃത്വം നൽകിയത് പ്രധാനമായും ഈ നാട്ടുകാരും ഒപ്പം ഈ കക്കയൊക്കെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിൽ നേതൃത്വം നൽകിയത്. തുടർന്ന് സ്കൂബ ഡൈവേഴ്സും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സംഘമൊക്കെ തന്നെ ഇവിടേക്ക് എത്തി തെരച്ചിൽ നേതൃത്വം നൽകിയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സ്കൂബ ഡൈവർമാർ ഈ തെരച്ചിലിന് വേണ്ടി തയ്യാറാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആകെ 23 പേരാണ് ഈ വള്ളത്തിന് ഉണ്ടായിരുന്നത്. ഇവർ പാണാവള്ളിയിൽ നിന്ന് കാട്ടിക്കുന്നിലേക്ക് ഒരു മരണാന്തര ചടങ്ങുകൾക്ക് വേണ്ടി പോയിട്ട് വന്ന ആളുകളാണ്. ഈ കാട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കരയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ദൃശ്യം കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന സ്ഥലമാണ് ഈ പറയുന്ന കാട്ടിക്കുന്ന് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു 200 മീറ്റർ, അത് പക്ഷേ ഈ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 200 മീറ്റർ മാത്രമായിരിക്കും ഈ വള്ളം സഞ്ചരിച്ചിട്ടുണ്ടാകുക. ആ സമയത്ത് തന്നെ ഈ വള്ളം മുങ്ങുകയായിരുന്നു. എന്തായാലും മുങ്ങിയ സമയത്ത് 19 പേർ നമ്മളിപ്പോൾ നിൽക്കുന്ന കരയിലേക്കും 3 പേർ അപ്പുറത്തെ കരയിലേക്കും നീന്തി കയറുകയായിരുന്നു. കിട്ടിയ രീതിയിലൊക്കെ അവർ ജീവനും കയ്യിൽ പിടിച്ച് നീന്തി കയറുകയായിരുന്നു. ഒരാളെ കാണാനില്ല. 42 വയസ്സുള്ള സുമേഷ് എന്ന് വിളിക്കുന്ന കണ്ണനെയാണ് നിലവിൽ ഇപ്പോൾ കാണാനില്ലാതിരിക്കുന്നത്. കണ്ണന് വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇതുണ്ട്, അതായത് അടിയൊഴുക്കുണ്ട്, ഒപ്പം തന്നെ തിരയിളക്കമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. തിരയിളക്കം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള തിരയിളക്കമാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലും ഒപ്പം മൂവാറ്റുപുഴയാറ് സംഗമിക്കുന്ന സ്ഥലം കൂടിയാണ്. ആ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്ത്, ആ ഒരു ഭൂപ്രകൃതി കൂടി കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള തെരച്ചിലും തിരയിളക്കം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിലും ആ രീതിയിലുള്ള തിരച്ചിലാണ്. പ്രത്യേകിച്ച് ഈ വള്ളം മുങ്ങിയ സ്ഥലത്ത് മാത്രമല്ല, ഈ ഏതെങ്കിലും തരത്തിൽ എങ്ങോട്ടെങ്കിലും ഒഴുകി പോകാനുള്ള സാധ്യതയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു മേഖലകൾ, പ്രത്യേകിച്ച് ഈ തീരത്തേക്കൊക്കെ തന്നെ പരമാവധി സ്കൂബ ഡൈവർമാരും ഒപ്പം ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ സംഘം, നാട്ടുകാർക്ക് ഉൾപ്പെടെ സഹായത്തോടു കൂടി തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും പല തരത്തിലുള്ള തെരച്ചിലാണ്, ഇപ്പോൾ അന്വേഷണമാണ് നടക്കുന്നത്. ആദ്യം പോലീസിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. ഏത് കരയിലാണ് നിൽക്കുന്നത്? രാഗൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ തെരച്ചിൽ പുരോഗമിക്കുന്ന ഇടമാണോ? എന്താണ് വിവരം? ഹലോ രാഗിൻ, കേൾക്കാമോ? രാഗിൻ, കേൾക്കാം. രാഗിന് ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ടോ? ഈ രക്ഷപ്പെടുത്ത എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ മൂവാറ്റുപുഴയാറും അതോടൊപ്പം തന്നെ വേമ്പനാട്ട് കായലും സംഗമിക്കുന്ന ഒരിടമാണ്. വലിയ തോതിലുള്ള ആഴമുണ്ട്, മാത്രമല്ല വലിയ തോതിലുള്ള ഓളവും ഇപ്പോൾ ഈ കായലിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു പ്രതിസന്ധിയായി ഉള്ളത്. എന്തായാലും ഈ കണ്ണൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ വള്ളം മറിഞ്ഞാണ് ആദ്യം ആളുകളെ കാണാതാകുന്നത്. തുടർന്ന് പലരും നീന്തി കയറുകയായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ തഹസിൽദാർ നമുക്കിപ്പം ചേരുകയാണ്. ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ്? നിലവിൽ നമ്മൾക്ക് കണ്ണൻ എന്ന് പറയുന്ന ഒരാൾ, പാണാവള്ളി സ്വദേശിയായ കണ്ണൻ എന്ന് പറയുന്ന ഒരാൾ ആണ് മിസ്സിംഗ് ഉള്ളത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടുത്തിയ 22 പേര്. ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി എവിടെയെങ്കിലും നീന്തി ഏതെങ്കിലും തുരുത്തിൽ കയറിയിട്ടുണ്ടോ, അതോ എങ്ങനെയാണെന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര പേരായിരുന്നു ടോട്ടൽ? 23 പേരായിരുന്നു പാണാവള്ളിയിൽ നിന്ന് ഇവിടെ ഒരു മരണാവശ്യത്തിനായിട്ട്. 22 പേര് ഇപ്പോൾ സേഫായിട്ട് ഈ വീട്ടിൽ നമ്മൾ സുരക്ഷിതമായിട്ട് ഇരുത്തിയിരിക്കുന്നു. കൂടുതൽ സ്കൂബ ടീം എത്തുന്നുണ്ടോ? കൂടുതൽ സ്കൂബ ടീം എത്തുന്നുണ്ട്. വിശദമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. കൂടുതൽ സ്കൂബ ടീം എത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം വിശദീകരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ കായലിൽ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ ഒരു മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ കായലിൽ കാണുന്നത് പോലെ തന്നെ അത്രത്തോളം ഓളം, ഈ അലതല്ലൽ ഉണ്ട്. കാരണം ഓളം ഇങ്ങനെ മുന്നോട്ട് തന്നെ വരുന്ന ഒരു കാഴ്ച ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ ഘട്ടത്തിൽ വലിയ തോതിലുള്ള കാറ്റും ഉണ്ടായിരുന്നു. തുടർന്നാണ് വെള്ളം മുങ്ങിയത്. എന്തായാലും പലർക്കും നീന്തൽ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സംഘത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവരും വല്ലാത്ത ആശങ്കയോടെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായും വല്ലാത്ത ആശങ്ക എവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം
അത്രത്തോളം ഒരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായി തന്നെ നിലനിന്നിരുന്നു. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്താണ് തെരച്ചിൽ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് വെള്ളം മുങ്ങുകയും തുടർന്ന് ആളുകളെ കാണാതാവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ പലരും ഇരുകരകളിലേക്കും നീന്തി കയറി. അതിനുശേഷമാണ് കണ്ണൻ ആദ്യഘട്ടത്തിൽ പലരെയും രക്ഷപ്പെടുത്താനൊക്കെ തന്നെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കണ്ണനെ കാണാതായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ എവിടെയാണെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയുണ്ട്. കാരണം പല തുരുത്തുകളുണ്ട്, നമുക്കവിടെ കാണാം, പല ഇടങ്ങളിൽ കാണാം, പല തുരുത്തുകളുണ്ട്. ഇനി നീന്തി കയറി അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ 22 പേർ സേഫായിട്ട് ഇവിടെയുണ്ട്. പക്ഷേ അപ്പോഴും ഒരാളെ കാണാതായിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ ഉള്ളതാണ്. എന്താണ് ഇപ്പം നിലവിൽ വലിയ തോതിലുള്ള ആഴമുണ്ടല്ലേ ഈ പ്രദേശം? ഒരു 2-2.5 ആഴമുള്ള സ്ഥലമാണ് ഇത്. ഈ നീന്തി കയറാനാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഒരുപാട് ദൂരം, ഒത്തിരി ദൂരമുണ്ട്. 2 കരകളിലേക്കും നല്ല ദൂരമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയാണ്. പക്ഷേ ആ പാണാവള്ളിയാണ്, അവിടെ നിന്നാണ് വന്നത്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് അവർ വരുന്നത്. ഇല്ല, അവർ കോട്ടയം ജില്ലയുടെ വടക്കേറ്റത്തു നിന്നാണ്. ഇതും വടക്കേറ്റായിട്ട് വരും. അവർ കാട്ടിക്കുന്ന് നേരെ പാണാവള്ളിക്ക് പോയതാണ്. അതെ, പാണാവള്ളി ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല അതാണ് ചോദിച്ചത്. ആലപ്പുഴയിലേക്ക് പോയ വഴി നല്ല മോതയുള്ള ടൈമാണല്ലോ. അപ്പോൾ ആ മോതയിൽ ചിലപ്പോൾ വെള്ളം മറിഞ്ഞതാകാനാണ് ചാൻസ്. ഇപ്പം ഈ കണ്ണൻ ആദ്യഘട്ടത്തിൽ പലരെയും രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടി തുടക്കത്തിലുണ്ടായിരുന്നു. അതിനുശേഷം വളരെ രക്ഷപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. പുള്ളി അതിനിടയ്ക്ക് എന്തോ ട്രാജഡി സംഭവിച്ചിട്ടുണ്ട് പുള്ളിക്ക്. നീന്തി പോയ വഴിക്ക് പുള്ളി ഒത്തിരി ആൾക്കാർ രക്ഷപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ണൻ അതിനിടയ്ക്ക് കണ്ണനെ കാണാതായെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഷിനോജ് നമ്മളെക്കാൾ മുൻപ് തന്നെ ഇവിടെ എത്തി. ഷിനോജ്, എന്താ ഇപ്പം നിലവിൽ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ഒരു തെരച്ചിൽ പ്രധാനമായി നടക്കുന്നുണ്ട് സ്കൂബ. പക്ഷേ സാധാരണ ഒരു സ്ഥലത്ത് നടത്തുന്ന തെരച്ചിൽ പോലെ കായലിലും ഒക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ 4 തരത്തിലാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ എന്ന് പറയുന്നത്? പോലീസിൻ്റെ ഒരു ടീമുണ്ട്, അപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉണ്ട്, അതിനൊപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്. ഈ 4 പേരും തരത്തിലുള്ള അവരുടേതായ രീതിയിലുള്ള തെരച്ചിലൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നേതൃത്വം നൽകിയതെന്ന് പറയുന്നത് നാട്ടുകാർ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അപകടം നടക്കുന്ന മേഖല എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ അപകടം നടക്കുന്നത്. അതായത് ഈ മരണ വീട്ടിൽ നിന്ന് ഒരു 200-300 മീറ്റർ മാത്രമാകും ഈ വെള്ളം സഞ്ചരിച്ചിട്ടുണ്ടാകുക. ആ സഞ്ചരിച്ച് അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഈ വെള്ളം ഈ കാറ്റും അതുപോലെ തന്നെ തിരയിളക്കും കാരണം മറിയുകയായിരുന്നു. മറിഞ്ഞ് 19 പേർ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കരയിലേക്കും 3 പേർ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന കരയിലേക്കും നീന്തി കയറുകയായിരുന്നു. ഈ നീന്തി കയറിയ സമയത്ത് തന്നെ, അതായത് ഈ പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം മുന്നിൽ നിന്ന്, അതായത് ഈ പലരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിന്ന ആളാണ് ഈ പറയുന്ന 42 വയസ്സുള്ള കണ്ണൻ എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന്, ഈ രക്ഷപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്, അതായത് ഈ പ്രായമായ അമ്മമാരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് അനികുമാറാണ്, മറ്റൊന്ന് ഈ കണ്ണനാണ്. ഈ അനികുമാർ നിലവിലിപ്പോൾ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ 42 വയസ്സുള്ള കണ്ണനെ നിലവിലിപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ണന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും പലതരത്തിലുള്ള, കാരണം ഏതെങ്കിലും തുരുത്തിൽ നീന്തി കയറിയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട് പോലീസ്. എവിടെയെങ്കിലും ഒക്കെ തന്നെ എങ്ങനെയെങ്കിലും നീന്തി കയറിയിട്ടുണ്ടോ? കാരണം ഈ ഭാഗം സ്ഥലം അറിയാലോ നമുക്ക്, ഈ കായലുണ്ട്, അതുപോലെ തന്നെ ആറും സംഗമിക്കുന്ന സ്ഥലമാണ്, ശക്തമായ ഒരു അടിയൊഴുക്കുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലയിലൊക്കെ തന്നെ നീന്തി കയറിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് അവർക്ക് സ്വാഭാവികമായി നീന്തലൊക്കെ അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ എവിടെയെങ്കിലും തരത്തിൽ നീന്തി കയറിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസും നാട്ടുകാരും അതുപോലെ സ്ക്യൂബ ഡൈവേഴ്സ് ഉൾപ്പെടുന്ന സംഘം പരിശോധിക്കണം. എന്തായാലും ഈ സമയത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഈ 22 പേരെയും അവരുടെ നാടായിട്ടുള്ള ഈ പാണാവള്ളിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് തഹസിൽദാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്താണ് വെള്ളം മുങ്ങിയതെങ്കിൽ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി കയറാനും അപ്പുറവശത്തേക്ക് നീന്തി കയറാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല. വലിയ ഓളമുണ്ട്. വിവരങ്ങൾ പങ്കുവെച്ച് അവർ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു തുരുത്തിൽ കണ്ണൻ നീന്തി കയറിയിട്ടുണ്ടാകട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പരിശോധനകൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, കണ്ണൻ പലരെയും രക്ഷപ്പെടുത്താൻ, ഈ സുമേഷ് എന്ന കണ്ണൻ 42 വയസ്സുകാരനാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. ബാക്കി പലരെയും രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റിയ ശേഷം എപ്പോഴോ, നമുക്കറിയാം ചുരുൾമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെയൊക്കെ 1 വർഷം തികയാൻ പോകുന്ന സമയമാണ്. അന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, 2 ചെറുപ്പക്കാർ അവർ ജീപ്പിലൊക്കെ പോയി ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വീണ്ടും ആരെങ്കിലും രക്ഷപ്പെടാനുണ്ടോ എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് അവർ മരിച്ചത്. അതൊക്കെ നമ്മുടെ ഓർമ്മകളിലുള്ളതാണ്. സമാനമായ നിലയിലാണ് ബാക്കിയുള്ളവരെയൊക്കെ, കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ശേഷം കരയിലേക്ക് എത്തിച്ച ശേഷം കാണാതാകുന്ന ഒരാൾ എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു തുരുത്തിൽ കയറി പറ്റിയിട്ടുണ്ടാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമൊക്കെ ഈ സംഘത്തിലുണ്ട്. അവരും വലിയ ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. തിരച്ചിൽ അവിടെ തുടരുകയാണ്.